ഇപ്പം ചിലപ്പോൾ ഇവിടെ എത്താൻ പറ്റാതെ പോകുമെന്നൊക്കെയുള്ളൊരു പേടി എനിക്കുണ്ടായിരുന്നു, സമയത്ത് എത്താൻ പറ്റാതെ ഇരിക്കുമോ എന്നുള്ളതൊക്കെ. പക്ഷേ റംല ടീച്ചറുടെ ഞാൻ യാത്രയപ്പെന്നോ വിശ്രമ ജീവിതമൊന്നും അറിയില്ല, കുറച്ചും കൂടെ സജീവമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു ഡിക്ലറേഷൻ കൂടി ആയതുകൊണ്ട് ഇവിടെ ഒന്ന് വരണം എന്ന് ആഗ്രഹിച്ചിരുന്നു. എന്താണെങ്കിലും ഇന്നത്തെ ദിവസം ഇവിടെ വന്നു ചേർന്നിട്ട് ഇത് 156ാമത് വർഷം ഒരു സ്കൂൾ പിന്നിടുക എന്ന് പറഞ്ഞാൽ അത് എത്ര വലിയ ഒരു സേവനമായിരിക്കും ഈ നാടിന് ആ സ്കൂൾ നൽകിയിട്ടുണ്ടാവുക നിങ്ങൾ ആലോചിക്കുക. 156 വർഷം ഒരു സ്കൂൾ ഒരു നാട്ടിൽ പിന്നിടുക എന്ന് പറഞ്ഞാൽ 1.5 നൂറ്റാണ്ട് ഒരു സ്ഥാപനം, ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നാട്ടിൽ നിലനിൽക്കുക, വളർന്ന് മുന്നോട്ട് പോകാന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺട്രിബ്യൂഷൻ നിങ്ങൾക്ക് അളക്കാൻ പറ്റുമോ? 36 വർഷം ടീച്ചറെ പാനൂർ നഗരസഭയുടെ ആദ്യത്തെ ചെയർപേഴ്സൺ 36 വർഷം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിച്ച് ഇപ്പം HM ആയി. ഇപ്പം ടീച്ചർക്ക് നമ്മൾ യാത്രയപ്പ് കൊടുക്കുക. ഇപ്പം യാത്രയപ്പ് എന്ന് പറഞ്ഞാൽ പലരും ആശംസിക്കാറുള്ളത് ഇനി ടീച്ചർക്ക് വിശ്രമ ജീവിതം, അല്ലെങ്കിൽ ടീച്ചർക്ക് ഇനി, അല്ലെങ്കിൽ ആ അധ്യാപകന് അങ്ങനെയാണെന്നൊക്കെ പറയാറുണ്ട്. ടീച്ചറ് ഒരു കാര്യം പറയാം, മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആണെന്ന് നമുക്ക് പറയാം. പാനൂർ നഗരസഭയുടെ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ആണ്. ഇപ്പം നമ്മൾ MP അല്ലാതിരുന്ന മുൻ MP ആയി മാറും, ഒരു MLA അങ്ങനെ അല്ലാതിരുന്ന മുൻ MLA ആയി മാറും റഫീഖ. പക്ഷേ ഒരു ടീച്ചർ ഒരിക്കലും മുൻ ടീച്ചർ ആവില്ല, എപ്പോഴും ടീച്ചറേ ആവുള്ളൂ എന്നുള്ളതാണ്. ഒരു മാഷ് എപ്പോഴും മാഷേ ആവുള്ളൂ എന്നുള്ളതാണ്. നിങ്ങൾ ആരെങ്കിലും ഒരു ടീച്ചർ ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മുൻ ടീച്ചറാണാ പോണെന്ന് പറയാറുണ്ടോ? എന്നെ പഠിപ്പിച്ച എൻ്റെ ടീച്ചറാണാ പോകുന്നതെന്നാ പറയാറ്, എന്നെ പഠിപ്പിച്ച എൻ്റെ മാഷാണ് പോകുന്നതെന്നാ പറയാറ്. ഒരിക്കലും എൻ്റെ മുൻ ടീച്ചറാണ് പോകുന്നത്, എൻ്റെ മുൻ മാഷാണ് പോകുന്നതല്ല. അപ്പം ജീവിതകാലത്തേക്ക് മുഴുവൻ ടീച്ചറാണ്, ജീവിതകാലത്തേക്ക് മുഴുവൻ മാഷാണ്. തൻ്റെ ചുറ്റുപാടിലുള്ള പഠിപ്പിച്ചവർക്ക് മാത്രമല്ല, ചുറ്റുപാടിന് തന്നെ മാഷും ടീച്ചറും ഒക്കെയാണ്. അപ്പം അത് ഒരു പ്രൊഫഷനുകളിൽ ഏറ്റവും ധന്യമായ, ഇത്രയും തലമുറകളെ ഈ ലോകത്തേക്ക് കൈപ്പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരവസരം എന്ന് പറയുന്നത് ചെറിയ കാര്യമില്ല.